Hi everyone, welcome to Commerce World. Calicut University 3rd semester MCom ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റിലത്തെ ഓരോ മൊഡ്യൂളിലത്തെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമ്മൾ ആദ്യം ഓരോ മൊഡ്യൂളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഓവർവ്യൂ, ദെൻ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, ദെൻ സെക്കൻഡറി മാർക്കറ്റ്, ദെൻ അതേപോലെ തന്നെ സെബി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സോ ഏകദേശം 6 ചാപ്റ്റർ ആണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യം വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഠിക്കുക. ദെൻ കമ്പോണൻസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, സോ ഈ ചാർട്ടിന്റെ ബേസിസിലാണ് നമ്മൾക്ക് ബാലൻസ്, ഈ ബുക്കിൽ വരുന്ന ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് മണി മാർക്കറ്റ് ആണ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് നോക്കണം. ദെൻ അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് വരുന്നുണ്ട്, അതും ദെൻ ഫങ്ഷൻസ് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്നതാണ് മണി മാർക്കറ്റ് ഓർഗനൈസേഷൻ, അതായത് മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ഒരു 7 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നുണ്ട്. ലൈക്ക് കോൾ മണി മാർക്കറ്റ് നോക്കുക, ലോൺ മാർക്കറ്റ്, ദെൻ കമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, അക്സെപ്റ്റൻസ് മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, കമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് മാർക്കറ്റ്, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നുള്ളതാണ് നിങ്ങൾക്ക് മണി മാർക്കറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓർ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എഴുതാനായിട്ട് വരും. അല്ലാന്നാണെങ്കിൽ ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് കോൾ മണി മാർക്കറ്റ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ ടൈപ്സ് എന്താണ്, ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഇൻസ്ട്രുമെന്റിന്റെയും ഫീച്ചേഴ്സ് നോക്കുക, മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുക, അതേപോലെ തന്നെ ടൈപ്സ് ഉണ്ടെങ്കിൽ ആ ടൈപ്സും നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ് ആണ്. ഓക്കെ, മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് വരെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതില്ലാതെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് കൂടി വരുന്നുണ്ട്. നമ്മളുടെ റീപോസും അതേപോലെ തന്നെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സും വരുന്നുണ്ട്. ഓക്കെ, സോ അതും നോക്കുക, അതിന്റെ ടൈപ്സ് ഉണ്ട്, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ റീപോന്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് നോക്കണം. ദെൻ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആ ഡിഫക്ട്സിനെ റിമൂവ് ചെയ്യാനായിട്ട് RBI എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തത് എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് നോക്കുക, ഫീച്ചേഴ്സ് നോക്കുക, ദെൻ അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡിഫക്ട്സ് പറയുന്നുണ്ട്, അത് നോക്കുക. ഓക്കെ, ഇത്രയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കുക, ഡിഫറൻസസ് നോക്കുക. ഓക്കെ, അപ്പൊ എത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുക, സെക്കൻഡറി മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇതിൽ വരുന്നത്. ദെൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന നെക്സ്റ്റ് ഉള്ളതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ ട്രേഡിംഗ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത്, അതായത് ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട്, ദെൻ അതേപോലെ തന്നെ കോട്ട ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ട്, അതൊക്കെ നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മെറിറ്റ്സ്. ഓക്കെ, ദെൻ ഷോർട്ട്
സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ നാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ സെൻസെക്സ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് രണ്ടും. അതേപോലെ തന്നെ BSEയുടെ ഇൻഡെക്സസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ സെക്യൂരിറ്റി, അതായത് നമ്മുടെ സെക്കൻഡറി സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സെബിയുടെ റോള് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് നമ്മളുടെ മാർക്കറ്റ് ഫോർ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്. ദെൻ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ടൈപ്സും അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ മെറിറ്റ്സ് ആസ് വെൽ എസ് ഡിമെറിറ്റ്സ് നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഓഫ്ഷോർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ ഡെപ്പോസിറ്ററി സിസ്റ്റം ആണ്. ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫീച്ചർ. ദെൻ അതേപോലെ തന്നെ ഡെപ്പോസിറ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതും നോക്കുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡെപ്പോസിറ്ററിയിലെ ഫീച്ചേഴ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ്, മെറിറ്റ്സ്, ബെനിഫിറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ദെൻ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോബാക്സ് ഓഫ് ദ ഡെപ്പോസിറ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ ഇതിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മേജർ ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ യൂറോനെസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്നുള്ളത്. അതിൽ സെബി എന്താണ്, സെബിയുടെ റോൾ എന്താണ്, സെബിയുടെ പവർ എന്താണ്, അതേപോലെ തന്നെ റീസൺസ് ടു ഫോം ദ സെബി എന്താണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ സെബിയുടെ ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ സെബിയിൽ വരുന്നത്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ സെബി വന്നിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന മേജർ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ കുറെ കൺസെപ്റ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് അറിയാം നമ്മളുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്ട് ഒരു വലിയ വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു തീർക്കണം എന്നുള്ളത് വന്നിട്ട് പോസിബിൾ അല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഏകദേശം നമ്മൾക്ക് ഡിസംബർ ഒക്കെ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ. സോ ഇതുവരെ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഇതിലല്ലാതെ നമുക്ക് വരുന്നതാണ് ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് ബാക്കിന്റെ ഓരോ ചാപ്റ്ററിന്റെ ബാക്ക് സൈഡിൽ ഓരോ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് പോകുക. ഓക്കെ. ആ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലായിരിക്കും നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഇതിന്റെ മുന്നിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ. ഓരോ ബുക്ക് ബാക്കിലും ഓരോ ചാപ്റ്റേഴ്സിന്റെ ബാക്കിൽ പറയുന്നത് ഷോർട്ട് ആൻസേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് എസ്സേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. അതിന്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തതും അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.